ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇന്ത്യയുടെ നെഗോസിയേഷൻ, അതായത് അമേരിക്കയുമായിട്ടുള്ള താരിഫ് നെഗോസിയേഷൻ ഒരു സൈഡിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് 100% താരിഫുമായിട്ട് പുതിയ പ്രഖ്യാപനം അമേരിക്കയിൽ വന്നിരിക്കുന്നത്. അത് ഒബ്വിയസ്ലി ഫാർമസ്യൂട്ടിക്കലാണ്, പക്ഷെ അത് ഗ്ലോബൽ താരിഫാണ്, അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അപ്പൊ എന്തായാലും ഫാർമസ്യൂട്ടിക്കൽ മേഖലയൊക്കെ ഇച്ചിരി ഇന്ത്യക്കുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇച്ചിരി ഇടിവ് നേരിടുന്നുണ്ട്. പക്ഷെ അത് വൈകാതെ തന്നെ വീണ്ടും പിക്കപ്പ് ചെയ്യും. ട്രംപിന് ഈ ഒരു മെഡിസിന്റെ മേലുള്ള താരിഫ് ഒരുപാട് കാലത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഒക്ടോബർ 1 ഇത് പ്രാബല്യത്തിൽ വരുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടറിയേണ്ടത്. കാരണം അത്രമാത്രം സമ്മർദ്ദം അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം ഈ മെഡിസിൻ മേഖല എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഹെൽത്ത് ഇൻഡസ്ട്രി ഒരു വൈറ്റൽ ഇൻഡസ്ട്രിയാണ്. അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിലേക്ക് എരിതീയിൽ എണ്ണ പകരുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാരുടെ ആ ഒരു എക്സ്പെൻസസ്, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് മേടിക്കുന്നതിന്റെ ആ ഒരു എക്സ്പെൻസസ് ഇരട്ടിപ്പിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർത്തും അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഇതിന് നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ നെഗോസിയേഷന്റെ സൈഡ്, അമേരിക്കയുടെ സൈഡിൽ നിന്നും റഷ്യൻ എണ്ണ കുറച്ചിട്ട് നിങ്ങൾ എവിടെ നിന്ന് വേണേലും എണ്ണ മേടിച്ചോളൂ, പക്ഷെ റഷ്യയുടെ നിന്ന് മേടിക്കണ്ട എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് അവർക്ക് ഈ ഒരു ബാറ്റിലിൽ വിന്നർ ആവണം അമേരിക്കയ്ക്ക്. അപ്പൊ അതിനുള്ളൊരു ഓപ്ഷൻ ഇന്ത്യ ഇതുവരെ കൊടുക്കുന്നില്ല, ഇന്ത്യ ഇതുവരെ വഴങ്ങുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനിപ്പോ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, അതായത് റഷ്യയുടെ അടുത്ത് ഞങ്ങൾ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ മേടിക്കുന്നു എന്നുള്ള ഒരു പരാതി നിലനിൽക്കുകയല്ലേ. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ 1 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ് GEയുമായിട്ട് പുതിയ കരാർ ഇപ്പം ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും GE എന്ന് പറയുന്നത് നമ്മളുടെ തേജാസ് എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതാണ് ആ എഞ്ചിനാണ് ശരിക്കും ഈ ഒരു ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കോർ മോഡൽ ബേസിക് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബേസിക് തിങ്സിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് നമ്മളുടെ തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ എഞ്ചിൻ GE ആയിരിക്കും എന്ന് തന്നെയാണ് ആവർത്തിച്ച് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഈ ഉറപ്പുകളൊക്കെ അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ട് ഇത് ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഷോർട്ട് ടേം പാർട്ട്ണർഷിപ്പ് അല്ല. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അമേരിക്കയെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇന്ത്യ ഇപ്പം എടുത്തിരിക്കുന്ന നെഗോസിയേഷൻ തന്ത്രം. എനിവേ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പൊ നിലവിൽ ഇന്ത്യ ഡിഫൻസ് മേഖലയിൽ US-ഉമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ താരിഫ് എന്ന് പറഞ്ഞ ഭീഷണിയെ നേരിടാം എന്ന് തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നെഗോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. ഖ്വാജ ആസിഫ് എന്ന് പറയുന്നത് പാകിസ്ഥാന് ഡിഫൻസ് മിനിസ്റ്ററാണ്. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററാണ് UNGA അഡ്രസ് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ പുള്ളിക്കാരൻ ഇതുവരെ UNGA അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷെ ഭയങ്കര നെർവസ് ആയിരുന്നു പുള്ളി. ഈ ഭയങ്കര നെർവസിൽ, പേടിയിൽ എന്ത് സംസാരിക്കണം എന്നുള്ള രീതിയിലുള്ള വെപ്രാളമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തുടരെ മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് UN തന്നെ കോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് അവർ ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. കാരണം അവിടെ ടെലിപ്രോംപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ടെലിപ്രോംപ്റ്ററിൽ ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡിങ്സ് അതിനകത്ത് കാണിക്കും. പക്ഷെ പുള്ളിയുടെ സ്പീച്ച് അതുമായിട്ട് മാച്ച് ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് UN തന്നെ ഇതിനെ കോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അതായത് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുമുള്ള ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ട് എന്താണ് സംസാരിച്ചത് 2025 UNGA എന്ന് ചോദിക്കത്തില്ലേ. അപ്പൊ അവിടെ റെക്കോർഡ് ചെയ്യണമല്ലോ ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ട്. അവിടെ കറക്ഷൻസ് രേഖപ്പെടുത്തിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞ വാക്ക് പുള്ളിക്കാരൻ റിക്സ് എന്നാണ് പറഞ്ഞു വെച്ചത്. തുടരെ റിക്സ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന ആ ഒരു വാക്കിന് പകരം സിസ് ടൈം എന്നാണ് പറഞ്ഞു പോയത്. അതുപോലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ വാക്കിന് പകരം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിച്ചത്. 6 പില്ലേഴ്സ് എന്ന വാക്കിന് പകരം 6 പില്ലേഴ്സ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഈ വാക്കുകൾ ഇങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നെർവസ്നെസ് കൊണ്ട് സംഭവിച്ചതാവാം, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ലാക്ക് ഓഫ് പ്രൊനൗൺസിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രൈം മിനിസ്റ്റർ മോദി റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡിമിട്രി പെട്രുഷേവിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ നടന്ന വേൾഡ് ഫുഡ് എക്സിബിഷൻ അവിടെ വെച്ചാണ് ഡിമിട്രി പെട്രുഷേവിനെ മീറ്റ് ചെയ്തത്. അതുപോലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളുമായിട്ടും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പ്രത്യേക മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു രാജ്യങ്ങൾക്കും ഇതിനകത്ത് വിയോജിപ്പ് വരാൻ പാടില്ല. കാരണം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റെഫറൻഡം പാസ്സാക്കണം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ. അപ്പൊ അവിടെ റെഫറൻഡം എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല.
അവിടെ റഫറൻഡം വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അവരവരുടെ ഇഷ്ടത്തിനൊത്തുള്ള വോട്ടുകളായിരിക്കും രേഖപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓരോ രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവിന്റെ അടുത്തും വളരെ പ്രത്യേകം കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഏതാണ്ട് ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഇത് ഇന്ത്യക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യാഥാർത്ഥ്യമായാൽ. അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ തീവ്രവാദത്തിനെതിരെ എടുക്കുന്ന സീറോ ടോളറൻസ് പോളിസിയെ അഭിനന്ദിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ സെക്രട്ടറി ഇന്ത്യക്ക് അപ്രിസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ISROയും നാസയും കൂടി ചേർന്ന് നിസാർ സാറ്റ് എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർബിറ്റിലെത്തി അതിന്റെ ഫസ്റ്റ് ഇമേജ് ഡെലിവറി ചെയ്തിരിക്കുകയാണ്. 3D ഇമേജ് പകർത്തി ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ ഒരു പ്രോജക്റ്റ് ഇന്നലെയോടുകൂടി അത് പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ഇനി തുടർന്ന് ഈ ഒരു നിസാർ സാറ്റിലൂടെ 3D ഇമേജസ്, അതായത് എർത്തിന്റെ ഭൂമിയുടെ ഉപരിതലം 3D ഇമേജസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അയച്ചു തരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്ക് വളരെയധികം ഗുണകരമാകുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണിത്. കാരണം ബോർഡർ ഏരിയയിലൊക്കെ നമുക്ക് ഫ്രീക്വന്റ്ലി നമുക്ക് ഇമേജുകൾ എടുത്ത് നോക്കാനും അതുപോലെ തന്നെ ബോർഡർ ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഒക്കെ നമുക്ക് വളരെ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ഈ തീവ്രവാദികളുടെ ക്യാമ്പൊക്കെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ തൈവാൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് റെഡിയാകുകയാണ്. അത് ഓൾമോസ്റ്റ് ഫൈനലൈസിംഗ് സ്റ്റേജിലാണുള്ളത്. തായ്വാൻ വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഉപരിയായിട്ട് ഒരുപാട് തായ്വാനീസ് കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതിലൂടെ തായ്വാൻ കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിംഗ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഒരു അഡീഷണൽ പ്ലസ് പോയിന്റ് ആണ്. ട്രംപിനെ ലൈയിങ് ബഫൂൺ എന്ന് വിളിച്ചിരിക്കുകയാണ് ഇൽഹാം ഒമർ. സൊമാലിയൻ ഒറിജിൻ ആയിട്ടുള്ള അമേരിക്കയിലെ ഡെമോക്രറ്റിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു ഇൽഹാം ഒമർ. ഈ ഇൽഹാം ഒമറിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇൽഹാം ഒമർ ഇന്ത്യ വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും കശ്മീരിലെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനെ എതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്ന വ്യക്തിയാണ് ഇൽഹാം ഒമർ. പക്ഷെ എന്നാലും അതേ സെയിം ഇൽഹാം ഒമർ തന്നെയാണ് ട്രംപിനെ ലൈയിങ് ബഫൂൺ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും അമേരിക്കയുടെ ഇന്റർണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണിത്. ട്രംപിനെ ലൈയിങ് ബഫൂൺ എന്ന് വിളിച്ചത് കൊണ്ട് ഇൽഹാം ഒമർ ഒരിക്കലും ഇന്ത്യക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UNHRCയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ പാസ്സാക്കിയ റെസൊല്യൂഷൻ പാകിസ്ഥാനെതിരെയാണ്. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർപേഴ്സൺ അലങ്കരിക്കുന്ന പാകിസ്ഥാനെതിരെയാണ് ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രസ്താവന UNHRCയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്നലെ തന്നെ പാകിസ്ഥാനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന രീതിയിലാണ് ഇന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് UNHRC യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് പുറത്തു വരുന്നത്. അത് വേറൊന്നുമല്ല, പാകിസ്ഥാനിൽ ബ്ലാസ്ഫമിയുടെ പേരിൽ ആ ഒരു പേരും പറഞ്ഞ് ഇതര മതസ്ഥരെ അടിച്ചൊതുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രമാതീതമായ രീതിയിൽ ഈ മറ്റുള്ള ഇതര മതസ്ഥരുടെ എണ്ണം കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഹിന്ദു മൈനോറിറ്റീസ്, ക്രിസ്ത്യൻ മൈനോറിറ്റീസ്, സിഖ് മൈനോറിറ്റീസ്, ഇതെല്ലാം തന്നെ ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ലെങ്കിൽ മതനിന്ദാ കുറ്റത്തിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് പൊതുവിൽ ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇപ്പം രേഖപ്പെടുത്തുന്നത്. അതുപോലെ IMF ഒരു സൈഡിൽ അമേരിക്ക പാകിസ്ഥാനെ ഗ്രേറ്റ് ലീഡേഴ്സ് വെൽക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ഇവരെ കാത്തിരുന്ന് കണ്ട് യുദ്ധം നിർത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഓവൽ ഓഫീസിൽ തന്നെ നിർബന്ധിച്ച് വിളിച്ചു പറയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ IMF പാകിസ്ഥാന്റെ മേളിൽ ആരോപണം വെക്കുകയാണ്. ആരോപണം വേറെ ഒന്നല്ല, പാകിസ്ഥാൻ കൃത്യമായിട്ട് ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള പരാതിയാണ് IMF ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. IMFന് അവരുടെ പൈസ കിട്ടിയേ പറ്റൂ. അതിനിപ്പോ അമേരിക്കയിൽ ട്രംപ് അടച്ചാലും ശരി, ആരടച്ചാലും ശരി, അവർക്ക് പൈസ കിട്ടണം. അപ്പൊ അത് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ അവർ ഡ്യൂ ഇട്ടിരിക്കുന്നത് പാകിസ്ഥാൻ കറൻസി 170 ബില്യൺ അവർക്ക് ഇപ്പൊ ഡ്യൂ ഉണ്ട്. നിലവിൽ പെൻഡിങ് ഡ്യൂ, ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടില്ല. ലോൺ എടുത്തിട്ട് ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് തിരിച്ചടവ് അടയ്ക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് ഇപ്പൊ IMF ഇപ്പൊ കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാനഡയിൽ ഈ ഖാലിസ്ഥാനി തീവ്രവാദികളെ ജയിൽ മോചിതരാക്കിയിട്ടുണ്ട്. 2-3 പേരെ ജയിലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തനാണ് ഇന്ദ്രജിത് സിംഗ് ഘോഷൽ. ഈ ഇന്ദ്രജിത് സിംഗ് ഘോഷല് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇവനെയാണ് റിലീസ് ചെയ്തത്. ഇവൻ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഇന്ത്യയുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനെതിരെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്ത്യ ഈ കൺസേൺ എല്ലാം തന്നെ കാനഡയെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ വാണ്ടഡ് ആയിട്ടുള്ള പുള്ളികളാണെന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യ വീണ്ടും ആവർത്തിച്ച് അറിയിക്കുകയാണ് കാനഡയെടുത്ത്. കാനഡയാണെങ്കിൽ കാനഡയും ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് മാർക്ക് കർണെ ആഗ്രഹിക്കുന്നത്.
പാർട്ടിക്കുള്ളിൽ നല്ല സമ്മർദ്ദമുണ്ടെങ്കിൽ തന്നെയും ജസ്റ്റിൻ ട്രൂഡോ മുന്നോട്ട് എടുത്തു വെച്ച മണ്ടത്തരങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ മാർക്ക് കർണെ ഭയങ്കര കർശനക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു സൈഡിൽ ഖാലിസ്ഥാനികൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും, അതും ഖാലിസ്ഥാനികൾ ചില്ലറയല്ല, അവർ വലിയൊരു കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പൊ അത് വോട്ട് ബാങ്കായി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വിഷയം പറഞ്ഞ് ഇനി ഇന്ത്യയുമായിട്ട് ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ മാർക്ക് കർണെ കർശനമായി ചില നടപടികൾ മുന്നോട്ട് എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖാലിസ്ഥാനികൾക്കെതിരെ കാനഡ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. കാരണം ഇന്ത്യ കർശനമായ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കാനഡയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഖാലിസ്ഥാനികളുടെ പ്രശ്നത്തിൽ കാനഡയ്ക്ക് ഒരു നിലപാടുണ്ടാവണം. ആ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത്. നാറ്റോയുടെ ചീഫ് മാർക്ക് റൂട്ടെ പറഞ്ഞത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രം ഇന്ത്യയുടെ മേളിൽ, അതായത് 25% അധിക തീരുവ, പുനിറ്റീവ് താരിഫ് എന്ന് പറഞ്ഞ ആ താരിഫ് പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദി പുടിനോട് ചോദിച്ചു, എന്താണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊരു വിഷയം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി പുടിനോട് ചോദിച്ചതായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ആരാണ്? നാറ്റോയുടെ ചീഫ് മാർക്ക് റൂട്ടെ. ഇതൊരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടേ ഇല്ല എന്നാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ റഷ്യയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റൂട്ടെ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് ട്രംപിന്റെ നാറ്റോ രാജ്യങ്ങൾക്ക് മുകളിലുള്ള പ്രഷർ, അതായത് സെക്കൻഡറി താരിഫ് നിങ്ങൾ ഇട്ടേ പറ്റൂ, ആ ഒരു രീതിയിലുള്ള പ്രഷർ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ റഷ്യയുമായിട്ട് ചേർന്ന് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിയാത്മകമായ രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ ഗോഡ് ഫാദർ ആയിട്ടുള്ള അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മാർക്ക് റൂട്ടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പച്ചക്കള്ളമാണെന്നാണ് ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, എന്ത് തരത്തിലുള്ള സമ്മർദ്ദം വന്നാലും ഇത് ടൈം ടെസ്റ്റഡ് റിലേഷൻഷിപ്പ് ആണ് എന്നും കൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പുനഃപരിശോധനയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അമേരിക്കയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞങ്ങൾ അത് മേടിക്കാം, അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നെഗോസിയേഷൻ മുന്നോട്ട് പോട്ടെ. അതായത് മറ്റുള്ള ഒരു ഉപാധികളും കൊണ്ടുവരാത്ത രീതിയിലുള്ള ട്രേഡ് നെഗോസിയേഷൻ, അതാണ് വേണ്ടത് ഇന്ത്യക്ക്. കാരണം ഇന്ന് നമ്മൾ ഡിഫൻസിന്റെ പേരിലോ അല്ലെങ്കിൽ റഷ്യയുടെ എണ്ണയുടെ പേരിലോ നമ്മൾ ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട താരിഫിൽ ഒരു നെഗോസിയേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വർഷങ്ങളോളം ഇതേ ഒരു പോളിസി പിന്തുടരേണ്ടി വരും. അതായത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഡിഫൻസ് പ്രോഡക്റ്റുകൾ മേടിക്കുന്നത് കുറച്ചാൽ ഇവർ താരിഫിൽ കൈവെക്കും. അപ്പൊ അതുപോലെ നമ്മൾ പിന്നീട് റഷ്യൻ ഓയിൽ കുറച്ച് കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാലും ഇവർ ഇതേപോലെ ആവർത്തിക്കും. അപ്പൊ അതായത് എന്തിനും ഏതിനും ഇവർ ഈ ഒരു താരിഫിൽ കൈവച്ചുള്ള ഒരു കളി നമ്മളുടെ അടുത്ത് ഏത് നേരത്തും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ മറ്റുള്ള എല്ലാ ഉപാധികളും മാറ്റി നിർത്തിക്കൊണ്ട് താരിഫിനെ താരിഫായിട്ട് മാത്രം കണ്ടുകൊണ്ടുള്ള നെഗോസിയേഷനിലോട്ടാണ് പോകുന്നത്. ഇന്ന് വൈറ്റ് ഹൗസ് തന്നെ ഒരു വിഷയം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇറാനെയും അതുപോലെ തന്നെ ചൈനയും എയിം ചെയ്തുകൊണ്ടാണ് എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ത്യയെ കുറിച്ച് ഒരു രീതിയിലുള്ള പരാമർശങ്ങളും അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പാകിസ്ഥാനെ വെച്ചിട്ട് അമേരിക്ക ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും നടത്തിക്കളയുമെന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടതാണ്. കാരണം ഇന്നത്തെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് 10 വർഷങ്ങൾക്കോ 20 വർഷങ്ങൾക്കോ മുമ്പുള്ള ആ ഒരു രീതിയിലല്ല ഉള്ളത്. ഇന്ന് ഈ താരിഫ് വിഷയങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ വെച്ചുകൊണ്ടുള്ള ഒരു കളി ഇനി ഇന്ത്യക്കുള്ളിൽ സാധ്യമല്ല. അതാണ് അമേരിക്ക ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുമായിട്ടൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചൈന, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളെയും കൂടി എയിം ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാനെ വെച്ച് കളിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് വൈറ്റ് ഹൗസിൽ ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ സ്വയം പൊങ്ങി ഫീൽഡ് മാർഷൽ അസിം മുനീറും ഡൊണാൾഡ് ട്രംപും ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനും കൂടി ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത വിഷയം ഇതാണ്. യുഎന്റെ റെസിഡന്റ് കോർഡിനേറ്റർ സോംബി ഷാ പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയമായിട്ടുള്ള ഒരു മൾട്ടിപോളർ, ആ ഒരു ഡൈവേഴ്സിഫൈ ചെയ്തുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇൻക്ലൂസീവ്നെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ പോളിസി തന്നെയാണ് വേണ്ടത്. യുഎനും അത് തന്നെയാണ് ആവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരുപാട് രാജ്യങ്ങൾ, കെന്യ ഉൾപ്പെടെ യുണൈറ്റഡ് നേഷൻസിനെ വിമർശിക്കുകയുണ്ടായി. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു 5 രാജ്യങ്ങളുടെ മാത്രം ഈ വീറ്റോ പവർ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഗ്ലോബലി തന്നെ ഒരു ഈക്വലൈസേഷൻ
ഇല്ലാത്ത ഒരു ഫീലാണ് നമുക്ക് UN വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു 5 രാജ്യങ്ങൾ മാത്രം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഇത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് കെന്യയുടെ പ്രസിഡന്റ് വരെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ UN സംഘടന ഒന്ന് അവരുടെ പോളിസിയും ഇതേപോലത്തെ ഈ വീറ്റോ പരിപാടികളൊക്കെ ഒന്ന് റിഫോം ചെയ്യേണ്ടതുണ്ട്. അത് വളരെ വളരെ അനിവാര്യമാണ്. കുറച്ചുകൂടെ രാജ്യങ്ങളെ ഇവർക്ക് ഇൻടേക്ക് ചെയ്താൽ എന്താണ് കുഴപ്പം? അത് ഓരോ റീജിയൻ ഉണ്ടല്ലോ, ഈച്ച് കോണ്ടിനെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഓരോരുത്തരുടെയും ആ ഒരു GDP, ഗ്ലോബൽ ഇൻഫ്ലുവൻഷ്യൽ പവർ ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് രാജ്യങ്ങൾക്ക് കൂടുതൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതുണ്ട് അവിടെ. എന്നാൽ മാത്രമേ ഈ വീറ്റോ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ 5 രാജ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന വീറ്റോ ഇതിങ്ങനെ തുടർന്നാൽ യുണൈറ്റഡ് നേഷൻസ് അപ്രസക്തമാവും ഒരു സുപ്രഭാതത്തിൽ. അതിന്റെ ഒരു ധ്വനി ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഫിൻലാൻഡ് സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പൊ കെന്യയുടെ പ്രസിഡന്റ് സംസാരിച്ചപ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റി. ഇന്ത്യ ഓൾറെഡി തന്നെ അതേ നിലപാടാണ്. അതേപോലെ ബ്രസീലിന് അതേ നിലപാടാണ്. അപ്പൊ ഇതുപോലെ പല രാജ്യങ്ങളും ഇപ്പൊ ഇതുപോലത്തെ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ ക്വാഡിന്റെ ഇമ്പോർട്ടൻസ് ഇൻഡോ പസഫിക്കിന്റെ മേഖലയിൽ എന്താണെന്നുള്ളത് എടുത്തു പറയുകയും ചെയ്ത്, അതുപോലെ തന്നെ ബ്രിക്സിന്റെ ഇമ്പോർട്ടൻസും കൂടി എടുത്തു പറയുകയും ചെയ്തു. ആ രീതിയിലാണ് ജയശങ്കർ യുണൈറ്റഡ് നേഷൻസിനെ അഡ്രസ് ചെയ്തത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ UN ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ നമുക്ക് ഇനി പറയാനുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.